40ഓളം രുചികളിലുള്ള അവിൽ മിൽക്കുകളുമായി മിൽക്കി മൗസ് പുത്തനത്താണി കുട്ടിക്കളത്താണിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കുട്ടിക്കളത്താണി തിരൂർ റോഡ് ജംഗ്ഷനിലായാണ് സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത്. അവിൽ മിൽക്ക് ആരാധകരെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. 40ഓളം രുചികളിലുള്ള അവിൽ മിൽക്കുകളുമായി മിൽക്കി മൗസ് പുത്തനത്താണി കുട്ടിക്കളത്താണിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കുട്ടിക്കളത്താണി തിരൂർ റോഡ് ജംഗ്ഷനിലായാണ് സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത്. കുട്ടിക്കളത്താണി മഹല്ല് ഖത്തീബ് മുഹമ്മദ് മുസ്ലിയാർ സംരംഭം ഉദ്ഘാടനം ചെയ്തു. കുട്ടിക്കളത്താണിയുടെ ഹൃദയഭാഗത്ത് ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന ഈ സ്ഥാപനത്തിന് പഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അറിയിക്കുകയാണ്. മിൽക്കി മൗസ് എന്ന ഒരു സ്ഥാപനം ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഈ നാട്ടിലെ നല്ലവരായ ആളുകളെ അഭിരുചിക്കനുസരിച്ച് അതിനനുസരിച്ച് നിർമ്മിച്ച് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് മിൽക്കി മൗസ്. ഏതായിരുന്നാലും ഈ അവസരത്തിൽ എല്ലാവരെയും ഈ ഉദ്ഘാടന വേളയിൽ വന്നതിലും കാണാൻ സാധിച്ചിട്ടുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് കുട്ടിക്കളത്താണി ജംഗ്ഷന് ഒരു 8-10 വർഷമായിട്ടേ ഉള്ളൂ ഇത്ര പുരോഗതി പ്രാപിച്ചിട്ട് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു ജംഗ്ഷനാണ്. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിന് വൽപ്പഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലും എൻ്റെ വാർഡിൻ്റെ പേരിലും ആശംസകൾ അറിയിക്കും. ടെൻഡർ അവിൽ മിൽക്ക്, റോയൽ അവിൽ മിൽക്ക്, അറേബ്യൻ ഡ്രൈ ഫ്രൂട്ട്സ്, ചോക്ലേറ്റ് അവിൽ മിൽക്ക് തുടങ്ങിയ വെറൈറ്റികളാണ് രുചിപ്രേമികൾക്കായി മിൽക്കി മൗസ് ഒരുക്കിയിരിക്കുന്നത്. തൊയ്യബ് കള്ളിയത്ത് ആദ്യം വിൽപ്പന ഏറ്റുവാങ്ങി. കൽപ്പഞ്ചേരി പഞ്ചായത്ത് അധ്യക്ഷ KP വഹീദ, ഉപാധ്യക്ഷൻ അടിയാട്ടൽ അബ്ദുൾ ബഷീർ, വാർഡ് മെമ്പർ ബാഷ ബീഗം, ആദവനാട് CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അബ്ദുൽ കരീം, മരക്കാർ സക്കറിയ, അലി, സ്ഥാപനം MD ബാവ രുചീസ് കാറ്ററിംഗ്, മാനേജ്മെന്റ് അംഗങ്ങളായ ജാഫർ കൊടുവള്ളി, ഷെറിൻ കുറ്റൂർ, കരീം കുറുമ്പത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇവിടെ കുട്ടികൾത്താണിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ച മിൽക്കി മൗസ് എന്ന സ്ഥാപനത്തിൻ്റെ എല്ലാ വിജയങ്ങളും ഞങ്ങളെല്ലാവരും പാടെ ആശംസിക്കുകയാണ്. ഈ നാടിൻ്റെ ഒരാവശ്യമാണ് ഇങ്ങനത്തെ ഒരു സ്ഥാപനം. ഈ കുട്ടികൾത്താണി അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾത്താണിയല്ല, വലിയ അത്താണിയായി ഇപ്പോൾ അവിടെ. അപ്പോൾ ഇതിന് ഈ സ്ഥാപനത്തിലെ എല്ലാ വിജയ ആശംസകളും നേർന്നുകൊണ്ട് നമ്മളിതിന് ഒരു പങ്കാളി കൂടി ആയാൽ വലിയ സന്തോഷമുണ്ട്. നമ്മുടെ കുട്ടികളത്താണിയിൽ ഇന്ന് മിൽക്കി മൗസ് എന്ന് പറഞ്ഞ് ഒരു സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വളരെ രുചികരമായ അവിൽ മിൽക്കും അതുപോലെ ജ്യൂസ് ഐറ്റംസുകളാണ് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥാപനവുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മിൽക്കി മൗസിയുടെ ഒരു പുതിയ ബ്രാൻഡ് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ രുചി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് മേഖലയിൽ വർഷങ്ങൾ പരിചയമുള്ള ഇവരുടെ ഒരു നമ്മളെ അവിൽ മിൽക്ക്, ക്രീമി ആയിട്ടുള്ള അവിൽ മിൽക്കാണ് നമ്മൾ എന്ത് ചെയ്യണത്. അപ്പോൾ ഏറ്റവും രുചികരമായിട്ടുള്ള അവിൽ മിൽക്കാണ് നമ്മൾ ഒരുപാട് വർഷങ്ങൾ ഇതിൻ്റെ പിന്നിൽ പണിയെടുത്തതിന് ശേഷമുള്ളൊരു സംഭവമാണ് നമ്മൾ ചെയ്യുന്നത്. ക്രീമി അവിൽ മിൽക്കാണ് സ്പെഷ്യലായിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ പ്രത്യേക റെസിപ്പി കൂട്ടൊക്കെ ചെയ്തിട്ട് ക്രീമി ആയിട്ടുള്ള അവിൽ മിൽക്കാണ് നമ്മൾ എന്ത് ചെയ്യണത്, പ്രൊവൈഡ് ചെയ്യണത്. ഇത് തീർച്ചയായിട്ടും ആളുകൾ ഒന്ന് ടേസ്റ്റ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. 100% ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഉപയോഗിക്കുന്നത് ഫുള്ളായിട്ട്. ഉദ്ഘാടനമായിട്ട് നമ്മൾ 50 എന്ത് ചെയ്യേണ്ട ഓഫർ കൊടുക്കുന്നുണ്ട്. 50% നമ്മൾ ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട്. എമൗണ്ടിൻ്റെ 50 ഈ 1 ഡേ ഒറ്റ ദിവസം നമ്മൾ ഈ സാധനം നമ്മളെന്താ വെച്ചാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട അത്രയും നല്ലൊരു ടേസ്റ്റിലാണ്. നമ്മൾ വർഷങ്ങളായിട്ട് ഇതിൻ്റെ പിന്നിൽ പണിയെടുത്തതിന് ശേഷമുള്ളൊരു ഒരു റിസൾട്ടാണ്. അത് ക്രീമി അവിൽ മിൽക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ജനങ്ങൾക്ക് ഒരു പുതിയൊരു അനുഭൂതി നമ്മൾ കൊടുക്കുകയാണ്. നമ്മളുള്ള ഐറ്റംസിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറഞ്ഞ ഐറ്റംസ് എന്ത് ചെയ്യണത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 30 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 100-140 രൂപ വരെ മാക്സിമം വരുന്നുള്ളൂ. നമ്മൾ ഷുഗർ രോഗികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മധുരമില്ലാത്ത സംഭവം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ഥാപനത്തിന്റെ 2 കിലോമീറ്റർ പരിധിയിൽ ഹോം ഡെലിവറി, പാർക്കിംഗ് സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ, മെഡിക്കൽ കോളേജുകൾ ക്യാൻറ്റീൻ, എയർപോർട്ടിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ, അതേമാതിരി കോഴിക്കോട് എയർപോർട്ടിൽ, ആലപ്പുഴ ജില്ല, ഇടുക്കി ജില്ല, മലപ്പുറം, പാലക്കാട്, എല്ലാ കോഴിക്കോട് ജില്ലകളിലൊക്കെ മെയിൻ മെഡിക്കൽ കോളേജുകൾ, എയർപോർട്ടുകളിലൊക്കെ ക്യാൻറ്റീനും ഫുഡ് കോർട്ടും നടത്തുന്ന ആളാണ് രുചി കാറ്ററിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സ്ഥാപനം.
അതിൻ്റെ ഒരു ഇതിൽ നമ്മളിങ്ങനെ ഈ വിഷയത്തിൽ നടക്കുമ്പോൾ ഇവിടുത്തെ പല ആളുകളും ഒരു ആവശ്യം ഉന്നയിച്ച് നിങ്ങൾ ഇത്രയും ഫുഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളല്ലേ, ഒരു പുതിയ ഒരു ആശയം കുട്ടികളെത്താണിക്ക് കൊണ്ടുവരിക, ജനങ്ങൾക്ക് ഇവിടെ ഈ സാധനം കിട്ടാത്ത ആളെന്നുള്ള നിലയ്ക്ക് ഒരു അവസ്ഥ എന്നുള്ള നിലയ്ക്ക് ഈ അവിൽ മിൽക്കിൻ്റെ വെറൈറ്റി ഒരു സംവിധാനം ഇവിടെ കൊണ്ടുവരണം എന്നുള്ള നിരന്തരമായ ആവശ്യം ജനങ്ങളിൽ നിന്നുണ്ടായപ്പോൾ അതിൻ്റെ ചെയർമാനാണ്, രുചി ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ് ഞാൻ. അപ്പോൾ ഇതിൽ ഒരു ഏകദേശം ഒരു 1500ഓളം തൊഴിലാളികൾ നമ്മളെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരാൾ മാത്രത്തിൽ പാർട്ണർമാരൊന്നുമില്ല, ഞാൻ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം വിജയകരമായിട്ട് പോയപ്പോൾ ഈ ഒരു ആശയത്തിൽ കൂടി ഞാൻ വന്നതാണ്. കാരണം കുട്ടികളെത്താടി എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഇങ്ങനെ കൊടുന്നാൽ നന്ന ജനങ്ങൾ ആവശ്യം ഒരു പുതിയ സംരംഭം കൊണ്ടുവരണം എന്നുള്ള നിരന്തരമായ ആവശ്യം ഉണ്ടായപ്പോൾ ഇത് ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്നുള്ളൊരു നല്ല വിശ്വാസത്തിൻ്റെ പേരിൽ ആണിത് തുടങ്ങിയത്. പല ഭാഗത്തുനിന്നും സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്, എല്ലാ രീതിയിലുള്ള. ഇപ്പം തന്നെ നമുക്ക് ഇത് തുടങ്ങിയപ്പോൾ തന്നെ വേറെ ഇതിൻ്റെ ഫ്രാഞ്ചൈസി കിട്ടുമെന്ന് വെച്ചിട്ട് നമ്മളെ സമീപിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി അവിൽ മിൽക്കുമാണ്, സാധാരണ അവിൽ മിൽക്കല്ല, ക്രീമി അവിൽ മിൽക്ക് എന്ന് പറയുന്ന ഒരു പുതിയ സാധനമാണിത്. അപ്പോൾ ഇത് പല ആളുകളും കഴിച്ചപ്പോൾ ഞങ്ങളിതിന് മുന്നേ ഒരു ഡെമോ കൊടുത്തിരുന്നു, പല കഴിക്കുന്ന രീതിയിൽ തുറക്കുന്നതിന് മുന്നേ. അവരൊക്കെ ഇത് കഴിച്ചപ്പോൾ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നല്ല ഉത്തമ വിശ്വാസമുണ്ട് ഇത് വിജയിക്കുന്നുള്ളത്. ഈ ബ്രാൻഡ് ഏറെക്കുറെ മറ്റുള്ള സ്ഥലങ്ങളിലെ അപേക്ഷിച്ചിട്ടുള്ള അവർക്കില്ലാത്ത പല വെറൈറ്റിയും ഈ അവിൽ മിൽക്കിലുണ്ട്. ഈ അവിൽ മിൽക്ക് മറ്റുള്ളവർക്ക് പല ഒരേ ഇതാണ്. ഇതിൽ ഒരുപാട് ഐറ്റംസ്, അത് മാത്രമല്ല ഇതിൻ്റെ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തൊരു സംഭവമാണ്. അത് വളരെ ഹൈജീനിക്കായിട്ട്, അത് ഉണ്ടാക്കുന്ന സ്ഥലം വളരെ ഹൈജീനിക്കായിട്ട്, വളരെ ഒരു ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ഹൈജീനിക് കണ്ടീഷനിൽ ഉണ്ടാക്കുന്ന ഒരു പൗഡറാണിത്. ഇത് ആരോഗ്യപരമായിട്ട് യാതൊരു പ്രശ്നമില്ല, എല്ലാവർക്കും ഏത് സമയത്തും ഡെയിലി കഴിച്ചാലും പ്രശ്നമില്ല. അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ ക്രീമി എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനത്തെ ഒരു സംഭവമാണ്. അത് വളരെ റേറ്റ് കുറച്ചിട്ടാണ്, റേറ്റിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള, സാധാരണക്കാർക്കും പൈസക്കാർക്കും കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും എല്ലാം വളരെയധികം സഹായകരമായ ഒരു റേറ്റാണ്. ഇന്നലെ ഇപ്പോൾ നമ്മൾ പകുതി റേറ്റിനാണ്, നമ്മളെ റേറ്റിൻ്റെ പകുതി ഓഫർ എന്നുള്ള നിലയ്ക്ക്, ഓപ്പണിംഗ് ഓഫർ എന്നുള്ള നിലയ്ക്ക് പകുതി റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഇത്രയും രംഗത്ത് എത്തിയത്, ഇത്രയും മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ കാരണം ഞാൻ ഫുഡിൻ്റെ കാര്യത്തിൽ വളരെയധികം ഞാൻ കൊടുക്കുന്ന സാധനങ്ങളിൽ ക്വാളിറ്റി ഞാൻ നോക്കാറുണ്ട്, കോംപ്രമൈസ് ചെയ്യാറില്ല മറ്റുള്ള കാര്യങ്ങളിലൊന്നും. ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ അതേ ഒരു അവലംബം, അതേ ഒരു രീതി ഞാൻ ഇതിലും പാലിക്കും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ സ്വീകരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. ജനങ്ങൾ സ്വീകാര്യത കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇനി ആ രീതി തന്നെ പോവാം. അപ്പോൾ എല്ലാ ജനങ്ങളുടെയും സപ്പോർട്ടും സഹകരണവും എല്ലാ രീതിയിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ജനങ്ങൾക്ക് വേണ്ടി തുറന്നതാണ് ഈ സംഭവം. ബിസിനസ് ഡെസ്ക്, മീഡിയ മിഷൻ.